നമ്മൾ കളക്ട് ചെയ്ത പുഴുക്കൾ നമുക്ക് ഈ മത്സ്യങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. മത്സ്യങ്ങളത് ഭക്ഷിച്ച് അമോണിയ ഉൽപ്പാദിപ്പിക്കും. ആ അമോണിയ അടങ്ങിയ വെള്ളമാണ് ഇതിലേക്ക് വരുന്നത്, ഈ കല്ലുകളിലേക്ക് വരുന്നത്. ഇതിലുള്ള ബാക്ടീരിയകൾ അതിനെ നൈട്രേറ്റൊക്കെ ആയിട്ട് മാറ്റുക ചെയ്യുന്നത്. എന്നിട്ട് ശുദ്ധീകരിച്ച വെള്ളം വീണ്ടും ഫിഷ് ടാങ്കിലേക്ക് പോകുന്ന ഒരു പ്രവൃത്തി മാത്രമേ ഇതിൽ നടക്കുന്നുള്ളൂ. വേറെ യാതൊന്നുമില്ല. ഇതിൽ മറ്റ് ഫിൽറ്ററുകളൊന്നും തന്നെ ഇല്ല. ബയോ ഫിൽറ്റർ മാത്രമേ ഈ ഒരു ബെഡ് തന്നെയാണ് ബയോ ഫിൽറ്റർ. വേറെ ഫിൽറ്ററുകളൊന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല. അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് നമുക്ക് പിന്നീട് എപ്പോഴും ക്ലീൻ ചെയ്യാനും. അതുകൊണ്ടൊന്നും ഒരു ഗുണമില്ല. കാരണം ഇത് നമ്മുടെ ഇതിലെ വേസ്റ്റ് സോളിഡ് പാർട്സ് ദിവസവും നമ്മൾ പുറത്തേക്ക് കളയാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ഫിൽറ്റർ വെച്ചിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ അതിൽ ആ സോളിഡ് പാർട്സുകൾ നമ്മുടെ ഈ ബെഡുകളിൽ അല്ലെങ്കിൽ ഫിൽറ്ററുകളിൽ കിടന്നു കഴിഞ്ഞാൽ അമോണിയ ഉൽപ്പാദിപ്പിക്കും. അത് ഓരോ ദിവസം ഓരോ സമയം ഓരോ മണിക്കൂർ കഴിയുമ്പോൾ തന്നെ അമോണിയ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന് അനുപാതികമായിട്ട് നമ്മൾ ബെഡ് ഏരിയ ഉണ്ടെങ്കിൽ യാതൊരു ഫിൽറ്റർ ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിൽ പച്ചക്കറികൾ ഉണ്ടാക്കാം. ഇത് കണ്ടില്ലേ, ഇത് കല്ലുകളുണ്ടായിട്ടുള്ള സൂപ്പർ തക്കാളികളാണ്. അപ്പോൾ നമുക്കിതൊന്ന് വിളവെടുക്കാം. ചെമ്പാവിൻ പാടം ഇന്നേ കൊയ്യാം നാളെ ചെന്നാലത്തം ചിത്തിരച്ചോടി ഇന്നേ കൊയ്യാം നാളെ ചെന്നാലത്തം ചിത്തിരച്ചോടി മുറ്റം തോറും നീ വരൂ പൊന്നൂലത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൊന്നൂണമായി നീ വരൂ ഈ ബാക്കി നാളെ പറിക്കാം. അവശിഷ്ടങ്ങൾ ഇതിലിട്ട് കൊടുക്കുക. അവശിഷ്ടങ്ങൾ ഇതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിസരം വളരെ വൃത്തിയാവുന്നതാണ്. ഒന്നും വേസ്റ്റ് ആവുന്നില്ലല്ലോ. നമ്മളെ ഭക്ഷ്യാവശിഷ്ടങ്ങൾ കംപ്ലീറ്റ് നമുക്ക് ഇതുപോലെ ഇതിലിടാം, എല്ലാം ഇതിലിടാം. ഒന്നും പുറത്തേക്ക് കളയേണ്ട ആവശ്യമില്ല. എല്ലാം ഇതിലിട്ട് കഴിഞ്ഞാൽ നമ്മളെ പരിസരം വൃത്തിയാവുന്നു. ഈ അവശിഷ്ടങ്ങൾ വീണ്ടും ഇടുന്നു. ഈ പുഴുക്കളെ നമ്മൾ മത്സ്യങ്ങൾക്ക് കൊടുക്കുന്നു. മത്സ്യങ്ങൾ വിസർജനടങ്ങിയ വെള്ളം ഉപയോഗിച്ച് നമ്മൾ ഇഷ്ടംപോലെ പച്ചക്കറികൾ ഉണ്ടാക്കുന്നു. ആ പച്ചക്കറികളും മത്സ്യങ്ങളും നമ്മൾ ഭക്ഷിച്ച് അവശിഷ്ടങ്ങൾ വീണ്ടും പുഴുക്കൾക്ക് കൊടുക്കുന്നു. ഇതിങ്ങനെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാടും പരിസരവും എല്ലാം വൃത്തിയാവും.